എന്നും മീനാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന്. അപ്പോൾ ഞാൻ കൃഷിഭവനിൽ പോയപ്പോഴേ അവിടെ പിണ്ടി ഇരിക്കുന്നത് കണ്ടു. ഈ സാധനം എൻ്റെ മോനും മോൾക്കും ഇഷ്ടമാണ്, അതുപോലെ എൻ്റെ ചേട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു കഷ്ണം വാങ്ങിച്ചു. അത് അതിൻ്റെ പുറത്തത്തെ ആ ഇതില്ലേ നാര് പോലെയുള്ളത് അതൊക്കെ കളഞ്ഞിട്ട് വട്ടത്തിലിങ്ങനെ അരിഞ്ഞെടുക്കുവാണ്, നൂലൊക്കെ കളഞ്ഞെടുക്കുവാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കി ഇറക്കി വെച്ചു. പിന്നെ ചോറ് അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കൂടി വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. അത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഇതേ ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ട് ഇത് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ പിണ്ടി എടുക്കുന്നുണ്ട്. പിണ്ടി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് പൊടി പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളമൊക്കെ ഊറ്റിയെടുക്കാൻ പറ്റും, നല്ലപോലെ വേവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ ഗ്രീൻ പീസ് താളിച്ചെടുത്തു. പിന്നെ ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട്. ചപ്പാത്തി പരത്തുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം കാൽവേദനയായിട്ട് ഞാൻ താഴെ ഇരുന്നാണ് കേട്ടോ പരത്തിയെടുത്തത്. അങ്ങനെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും റെഡിയായി. കട്ടൻ ചായയും കൂട്ടി രാവിലെ കഴിച്ചു. പിന്നെ അതേ പിണ്ടി അരിഞ്ഞെടുക്കുവാണ്. തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കടുക് താളിച്ചൊരു സവാള അരിഞ്ഞിട്ട് വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പിണ്ടിയിൽ നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീര് കളഞ്ഞിട്ട് സവാളയിലേക്ക് ഇട്ട് ഒന്ന് ചിക്കി എടുക്കുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാവേ. ബായ്.